ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പേസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, നമ്മുടെ ടോപ്പിക് സീരീസ് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേരള ജോഗ്രഫി സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ്. അതായത് കേരള ജോഗ്രഫിയിൽ നിന്നും ഇപ്പോൾ 10th പ്രിലിംസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ 10 മാർക്കിന് കേരള ജോഗ്രഫിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കൂടുതലായിട്ട് ഇപ്പോൾ 10th പ്രിലിംസ് അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് LDCയിലൊക്കെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതിന് മുകളിലായിട്ടുള്ള എക്സാമുകളിൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല അല്ലേ. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്പോൾ കേരള ഫാക്റ്റ് എന്ന് പറയുമ്പോൾ കേരള ജോഗ്രഫി മാത്രമല്ല ബാക്കി എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് അതിൽ മാർക്ക് വരാറുള്ളത്. അപ്പോൾ അതിനാൽ തന്നെ ഞാൻ കേരള ജോഗ്രഫി എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് ആയിട്ടെല്ലാം മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് അല്ലേ. അതായത് കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം, കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ച 2026, 2025, 2024 പകുതി വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ ബാക്കിയാണ്. അതായത് ഇനി 2024 മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ അടുത്ത് നടന്ന എക്സാമും ഇപ്പം നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ എന്തായാലും പോകണം അല്ലേ. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ അടുത്ത് നടന്ന എക്സാമുകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു 2026 ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കേരള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഏതൊരു എക്സാം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ആ ഒരു എക്സാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്ക് കേരള ജോഗ്രഫി പഠിക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ കേരളത്തിലെ യൂറോപ്യന്മാരുടെ വരവ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന യൂറോപ്യന്മാരുടെ വരവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന വിവരങ്ങൾ, അവകാശങ്ങൾ, കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, പൗരത്വം, ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭൂമി ശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉത്തരപർവ്വത മേഖല അങ്ങനെയുള്ള കാര്യങ്ങളും ഇനി പഠിക്കാനായിട്ട് കിടക്കുന്നുണ്ട്. അത് നമ്മുടെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഭൂപ്രകൃതി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ എക്സാമിനും വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് നോക്കുകയാണെങ്കിൽ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ സയൻസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജിയിൽ നമ്മൾ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിൽ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ആറ്റം മാറ്റത്തിൻ്റെ ഘടന, ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ചലനവുമാണ് അല്ലേ. ചലനവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക് വീതമാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് PYക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ അധികം കണ്ടൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനത് സബ്ജക്റ്റ് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് നമ്മൾ പുതിയൊരു SCRT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ തരുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മോഡൽ പേപ്പേഴ്സ്, അതായത് അപ്പം കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് ആണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ. 10th പ്രിലിംസ്, കമ്പനി ബോർഡ് LGS ഒക്കെയാണ് ഇനി വരാൻ പോകുന്ന എക്സാമുകൾ. ആ പോലെ എക്സാമിൽ PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും മോഡൽ പേപ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന അതേ ഒരു സിലബസിൽ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. പല എക്സാമുകൾ നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ ഇന്ന് നമ്മൾ PYക്ക് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ദിവസം നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു മോഡൽ പേപ്പർ ആയിരിക്കാം, അതിന് നെക്സ്റ്റ് ദിവസം ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ SCRT ക്ലാസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള ജോഗ്രഫിയിൽ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളുമാണ്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമുക്ക് കേരള ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ 2026 ചോദിച്ചിട്ടുള്ള ഭരണഘടനാ ചോദ്യങ്ങൾ, പിന്നെ ഇതാണ് കലാസാഹിത്യം സാംസ്കാരികം കായികം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അതുപോലെ തന്നെ പിന്നെ ഇത് ഭാഗത്തു നിന്നാണ് PSC ചോദിച്ച എക്കണോമിക്സ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇടാം, 2026 ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടോ. ഇതുപോലെ തന്നെ 2025 ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ പോയി കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ വേമ്പനാട്ടുകായലിൽ പതിക്കാത്ത നദി ഏത്? വേമ്പനാട്ടുകായലിൽ പതിക്കാത്ത നദിയാണ് ചോദിച്ചിരിക്കുന്നത്. പമ്പ വേമ്പനാട്ടുകായലിലാണ് പതിക്കുന്നത്. അച്ചൻകോവിൽ വേമ്പനാട്ടുകായലിലാണ് പതിക്കുന്നത്. മൂവാറ്റുപുഴയും വേമ്പനാട്ടുകായലിലാണ് പതിക്കുന്നത്. അപ്പോൾ പതിക്കാത്ത നദിയാണ് ഭാരതപ്പുഴ. അപ്പോൾ എത്ര നദികളാണ് വേമ്പനാട്ടുകായലിൽ പതിക്കുന്നത്? 6 നദികളിലെ 6 നദികളാണ് വേമ്പനാട്ടുകായലിൽ പതിക്കുന്നത്. പമ്പ, മൂവാറ്റുപുഴ, അച്ചൻകോവിലാർ അല്ലെങ്കിൽ അച്ചൻകോവിൽ, മീനച്ചിലാർ, പെരിയാർ, മണിമലയാർ. ഏതൊക്കെ നദികളാണ് വേമ്പനാട്ടുകായലിൽ പതിക്കുന്നത്? ഏതൊക്കെയാണ്? പമ്പ, മൂവാറ്റുപുഴ, അച്ചൻകോവിൽ, മീനച്ചിലാർ, പെരിയാർ, മണിമലയാർ. ഏതൊക്കെയാണ്? പമ്പ, മൂവാറ്റുപുഴ, അച്ചൻകോവിൽ, മീനച്ചിലാർ, പെരിയാർ, മണിമലയാർ എന്നിവ വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന നദികളാണ്. കേരള ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇതൊക്കെയാണ് ടോപ്പിക്ക് വരുന്നത് കേട്ടോ. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏതാണ്? തേക്കടി വന്യജീവി സങ്കേതം. കടുവാ സങ്കേതം ഉണ്ടല്ലേ, തേക്കടി വന്യജീവി സങ്കേതം. ഇനി വയനാട് വന്യജീവി സങ്കേതത്തിൽ കടുവാ സങ്കേതം ഉണ്ടോ? വയനാടില്ല അല്ലേ, അതാണ് ആൻസർ വരുന്നത് കേട്ടോ. കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം. ഇനി പറമ്പിക്കുളം നോക്കുകയാണെങ്കിലോ, പറമ്പിക്കുളത്തുണ്ട് അല്ലേ, പറമ്പിക്കുളത്തുണ്ട്. ഓക്കെ, പറമ്പിക്കുളത്ത് എന്താണ് കടുവാ സങ്കേതമുണ്ട്. എത്രാമത്തെയാണ്? കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവ് ഉള്ളത് പറമ്പിക്കുളത്തും ആദ്യത്തെ ടൈഗർ റിസർവ് ഉള്ളത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് തേക്കടി അല്ലെങ്കിൽ പെരിയാറാണ് അല്ലേ, പെരിയാർ കടുവാ സങ്കേതമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന മരം ഏതാണ്? ചെങ്കുറിഞ്ഞിയാണ്, ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1986. 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1986. അപ്പോൾ തിരുവിതാംകൂർ വന നിയമം വന്നതെന്നാണ്? തിരുവിതാംകൂർ വന നിയമം വന്നത് 1887 തിരുവിതാംകൂർ വന നിയമം വന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ വന നിയമം വന്നത് 1961 കേരള ഗവൺമെൻറ്റിൻ്റെ വന നിയമം വന്നത്. കേരള വൃക്ഷ സംരക്ഷണ നിയമം ചോദിക്കുകയാണെങ്കിൽ 1986. ഓക്കെ, 1978 കടുവാ സങ്കേതമാക്കി മാറ്റിയത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തേക്കടി വന്യജീവി സങ്കേതം, അപ്പോൾ ടൈഗർ റിസർവ് ആക്കി മാറ്റിയത് 1978. ഇനി പ്രൊജക്റ്റ് ടൈഗർ എന്നാണ്? 1973 പ്രൊജക്റ്റ് ടൈഗർ. 1973 അല്ലേ, 1973 പ്രൊജക്റ്റ് ടൈഗർ. പിന്നെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചൂരന്നൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? വന്യജീവി സങ്കേതങ്ങളൊന്നും ഇല്ലാത്ത ജില്ല ഏതാണ്? കാസർഗോഡാണ് കേട്ടോ, കാസർഗോഡാണ് കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളില്ലാത്തൊരു ജില്ല ഏതാണ്? കാസർഗോഡ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു, അത് തെറ്റാണ്. ഇനി വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു, അതും തെറ്റാണ്. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു, അതാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു.
സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ. സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ആരാണ്? മുഖ്യമന്ത്രിയാണ് അല്ലേ? മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്. കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ് കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടമലക്കുടിയാണ്. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അല്ലേ? ഏത് വില്ലേജിലാണ് കൂട്ടിച്ചേർത്തത്? ഏത് വില്ലേജിലാണ്? ഇടമലക്കുടിയിലാണ്. ഇടമലക്കുടിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? പോഷക നദി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, കോതയാറാണ് പോഷക നദി അല്ലാത്തത്. ഏതൊക്കെയാണ് ചാലക്കുടി നദിയുടെ പോഷക നദികൾ? കുരിയാക്കുറ്റി, ഷോളയാർ, കാരപ്പാറ, പിന്നെ പറമ്പിക്കുളം. ഓക്കെ, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ചാലക്കുടി നദിയുടെ പോഷക നദികളാണ് കുരിയാക്കുറ്റി, ഷോളയാർ, കാരപ്പാറ, പറമ്പിക്കുളം എന്നിവയൊക്കെ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 ആണല്ലേ? ദേശീയ ജലപാത 3. താഴെ കൊടുത്തിരിക്കുന്നതിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതെല്ലാം? കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ് കണ്ടൽ വനങ്ങൾ ഇല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പാലക്കാട്, ഇടുക്കിയാണ് വരുന്നത് കേട്ടോ. കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാടും ഇടുക്കിയാണ്. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ച് കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ച് കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? കടുവ സങ്കേതമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഇടുക്കിയും പത്തനംതിട്ടയും ഉണ്ടോ? ഇടുക്കിയും പത്തനംതിട്ടയും. ഇടുക്കി, പത്തനംതിട്ട. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി, പത്തനംതിട്ട. കണ്ടൽ വനങ്ങളെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ജില്ലകളാണ്? ഇടുക്കിയും പാലക്കാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നതിൽ പത്തനംതിട്ടയില്ലേ? പത്തനംതിട്ട, വയനാട്, കോട്ടയം എന്നീ ജില്ലകളിലും കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നില്ല. ഇതൊക്കെയാണ് പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, വയനാട്. പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, വയനാട്. ഇനി ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? കണ്ണൂരാണല്ലേ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്. കണ്ണൂരാണ്. കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കൊല്ലത്താണ്. കണ്ടൽ ഗവേഷണ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ കൊല്ലത്താണ്. കണ്ടൽ മ്യൂസിയം ആണെങ്കിലോ? കണ്ടൽ മ്യൂസിയം ആണെങ്കിൽ കോഴിക്കോടാണ്. കണ്ടൽ മ്യൂസിയം ആണെങ്കിൽ കോഴിക്കോടാണ്. കൊയിലാണ്ടി കോഴിക്കോടാണ്. ഇനി കേരള വനം വകുപ്പ്. ഇനി വനം വകുപ്പിനെ ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണെന്ന് അറിയാലോ. അപ്പോൾ കണ്ടൽ വനങ്ങളുമായി, കണ്ടൽ കാടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, കണ്ടൽ കാടുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കണ്ണൂരാണ്. കണ്ടൽ മ്യൂസിയം ഉള്ളത് എവിടെയാണ്? കോഴിക്കോടാണ്. കൊയിലാണ്ടി കോഴിക്കോടാണ്. കണ്ടൽ ഗവേഷണ കേന്ദ്രം ഉള്ളത് എവിടെയാണ്? 1000 തെങ്ങ് കൊല്ലമാണ്. ഓക്കെ. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി ഇടാത്തത്? ഇതാണ് ആൻസർ ഓപ്ഷൻ എ ആണ്, കോട്ടയം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അല്ലേ? അപ്പോൾ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? കൊല്ലത്താണ് അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്, കൊല്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഇതാണ്, NW3 ആണല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
സിംഹവാലൻ കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയ ഉദ്യാനം ഏത്? സിംഹവാലൻ കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയ ഉദ്യാനം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി സൈലന്റ് വാലി. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ചാലക്കുടി പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ് അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരിയാണ്. നെക്സ്റ്റ്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വളപട്ടണമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ആൻസർ ഓപ്ഷൻ എ പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഏത് കായലിലാണ്? പുന്നമട കായലിലാണ്. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കാരണം കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ടാണ് ഓരോ ടോപ്പിക്കും ഓരോ സബ്ജക്റ്റും നമ്മൾ PVQ തരുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. ഇപ്പോൾ നമ്മുടെ കേരള ജോഗ്രഫി ഇന്നത്തോടു കൂടി നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യണ്ടോ. നമ്മൾ PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ക്ലാസ്സിൽ. അപ്പോൾ ഇനി കേരള ജോഗ്രഫിയിൽ നിന്നും പുതിയ SCERTയിൽ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഓരോ 5ാം ക്ലാസ്സിലെ ഇതുപോലെ തന്നെ 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ചാപ്റ്റർ വൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കിങ്ങനെ ഈ ഒരു PVQ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി SCERT ക്ലാസ് അതിൻ്റെ മാത്രമായിട്ടുള്ള SCERT ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ജോഗ്രഫിയാണ് നമ്മുടെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ SCERT ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നീർവാർച്ചയുള്ള മണ്ണ്. നീർവാർച്ചയുള്ള മണ്ണാണ് ഏലം കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത്. എന്താണ്? നീർവാർച്ചയുള്ള മണ്ണ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫെർട്ടിഗേഷൻ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണെന്ന് പറയുന്നു. നമുക്കറിയാം പെരിയാറാണ് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. അതാണ് അവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ മാമാങ്കം നടക്കുന്നതും എവിടെ തന്നെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? മുതിരമ്പുഴ വരുന്നുണ്ട്, പെരിഞ്ചാംകുട്ടിയാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് വരുന്നത്? തൊടുപുഴയാർ വരുന്നില്ല അല്ലേ. കട്ടപ്പനയാർ വരുന്നുണ്ട്. കട്ടപ്പനയാർ, മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, കട്ടപ്പനയാർ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. പെരിയാറിൻ്റെ പോഷക നദികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതവും ജില്ലയും തമ്മിലാണ് തന്നിരിക്കുന്നത്. നെയ്യാർ. നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലേ. നെയ്യാർ തിരുവനന്തപുരത്താണ്. അത് ശരിയാണ് അല്ലേ. ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. ഇനി ചെന്തുരുണി. ചെന്തുരുണി എവിടെയാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതം എവിടെയാണ്? കൊല്ലത്താണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ് അല്ലേ. കരിമ്പുഴയുടെ പ്രത്യേകത എന്താണ്? എത്രാമത്തെ വന്യജീവി സങ്കേതമായിട്ട് വന്നതാണ് കരിമ്പുഴ? കരിമ്പുഴ എന്ന് പറയുന്നത് എത്രാമത്തെ വന്യജീവി സങ്കേതമായിട്ട് വന്നതാണ്? കരിമ്പുഴ.
17ാമത്തെയാണോ 18ാമത്തെയാണോ? 18ാമത്തെയാണല്ലേ. 18ാമത്തെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ടതാണ് കരിയമ്പുഴ മലപ്പുറമാണ്. ശരിയാണ്. ഇനി കൊട്ടിയൂർ കണ്ണൂർ, അതും കറക്റ്റായിട്ട് തന്നെ തന്നിരിക്കുന്നത്. കൊട്ടിയൂർ എവിടെയാണ്? കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂരാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഒക്കെ കറക്റ്റ് നേരായിട്ടുള്ള ഒന്നാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇരവിക്കുളം ദേശീയ ഉദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവിക്കുളം ദേശീയ ഉദ്യാനം. ശരിയാണോ? ശരിയാണ്. ഇരവിക്കുളം ദേശീയ ഉദ്യാനമാണ് ഏറ്റവും ആദ്യത്തെ ദേശീയ ഉദ്യാനം. അത് ശരിയാണ്. ആദ്യത്തേതും അതുപോലെ തന്നെ വലുതുമായിട്ടുള്ള ദേശീയോദ്യാനം ചോദിക്കുകയാണെങ്കിൽ ഇരവിക്കുളം തന്നെയാണ് ആൻസർ കൊടുക്കുക കേട്ടോ. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഇരവിക്കുളം. ശരിയാണ്. 1978 നിലവിൽ വന്നു. 1978 നിലവിൽ വന്നു. അതും ശരിയാണ്. ഇനി എന്താണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു? തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏത് വന്യജീവി സങ്കേതത്തെയാണ്? പെരിയാർ തന്നെയാണ് അല്ലേ. പെരിയാർ വന്യജീവി സങ്കേതത്തെയാണ് തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പോത്തുകൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ? തണ്ണീർമുക്കം ബണ്ട്. അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ ഏത് കായലാണ്? വേമ്പനാട്ട് കായലിലാണ് അല്ലേ. വേമ്പനാട്ട് കായലിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകത എന്താണ്? വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലിയ കായൽ അല്ലേ. ഏറ്റവും വലിയ കായൽ ചോദിക്കുകയാണെങ്കിൽ വേമ്പനാട്ട് കായലാണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈ തണ്ണീർമുക്കം ബണ്ട് ചോദിക്കാറുണ്ട്. 1975 തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത്. 1975. അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ ചോദിക്കുകയാണെങ്കിൽ 1955 തോട്ടപ്പള്ളി സ്പിൽവേ. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ ദ്വീപുകൾ അല്ലേ. ദ്വീപുകൾ വൈപ്പിൻ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, പാതിരാമണൽ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. അതുപോലെ തന്നെ കുമരകം പക്ഷി സങ്കേതമൊക്കെ ഇവിടെ തന്നെയാണ് വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിൽ ചോദിക്കാറുണ്ട്. വെല്ലിംഗ്ടൺ ദ്വീപ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറയുന്നത്. വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം. ഏതൊക്കെ ജില്ലകളിലൂടെയാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. നീളം കൂടിയ കായലൊക്കെ തന്നെയാണ് വേമ്പനാട്ട് കായലാണ്. ഇനി അഷ്ടമുടി കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? അഷ്ടമുടി കായൽ എന്താണ്? അഷ്ടമുടി കായൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് അല്ലേ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ പനയുടെയും നീരാളിയുടെയൊക്കെ ആകൃതിയിൽ കാണപ്പെടുന്നു. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. കേരളത്തിൽ കായലുകളിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് പ്രസിഡന്റ് ട്രോഫി നടക്കുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ് പ്രസിഡന്റ് ട്രോഫി നടക്കുന്നത്. ഇനി പുന്നമടക്കായൽ ആലപ്പുഴ ജില്ലയിലാണ്. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ ക്വസ്റ്റ്യൻ. ഇനി ശാസ്താംകോട്ടക്കായലാണ് ഏറ്റവും വലിയ കായൽ. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. എഫ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. കായലുകളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നത് ശാസ്താംകോട്ട കായലിനെയാണ് കായലുകളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി വെള്ളായണി കായലുമായി എന്നിട്ട് എന്താണ് പ്രത്യേകത? തെക്കേയറ്റത്തെ ശുദ്ധജല കായലാണ് വെള്ളായണി കായൽ. തെക്കേയറ്റത്തെ ശുദ്ധജല കായലാണ് വെള്ളായണി കായൽ. ഓക്കെ, ക്ലിയർ ആയ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക. മുതിരപ്പുഴയാറിലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് വരാം? മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പള്ളിവാസൽ ചെങ്കുളം. മുതിരപ്പുഴയാറിൽ ഏതൊക്കെയാണ്? പള്ളിവാസൽ ചെങ്കുളം. നെക്സ്റ്റ്, കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ്. കേരളത്തിലെ തീരപ്രദേശം എന്താണ്? ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ് എന്ന് പറയുന്നു അല്ലേ. നമുക്ക് ശരിയായതാണ് കണ്ടെത്തേണ്ടത്. അത് ശരിയാണ്. ഇനി സഹ്യപർവ്വത നിരയുടെ ഭാഗം തെറ്റാണ്. റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലമാണോ? തീരപ്രദേശമല്ല അല്ലേ. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം എന്ന് പറയുന്നു. അതും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. 1 മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്രയാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ. ബേപ്പൂർ ടു തിരൂർ അല്ലെങ്കിൽ തിരൂർ ടു ബേപ്പൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര എന്ന് പറയുന്നത്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, നെല്ലുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏതാണ്? കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രം നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? പറമ്പിക്കുളം ഒരു കടുവാ സങ്കേതമാണ് അല്ലേ? പറമ്പിക്കുളം ഒരു കടുവാ സങ്കേതമാണ് അല്ലേ? പറമ്പിക്കുളം കടുവാ സങ്കേതമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ 2 എണ്ണമാണ് കടുവാ സങ്കേതം വന്നിരിക്കുന്നത് അല്ലേ? അതായത് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന 2 കടുവാ സങ്കേതങ്ങളാണ്. ആദ്യത്തേത് ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് കടുവാ സങ്കേതമാക്കി മാറ്റിയത് 1978 അല്ലേ? 78 പെരിയാർ ടൈഗർ റിസർവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. 1ാമത്തെ ടൈഗർ റിസർവ് ആണ്. കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണ് കേട്ടോ. പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം കാണപ്പെടുന്ന എവിടെയാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്നാണ് നിലവിൽ വന്നത്? 1973 അപ്പോൾ ചോദിക്കാം, പെരിയാർ വന്യജീവി സങ്കേതം വന്നതെന്നാണ്? പെരിയാർ വന്യജീവി സങ്കേതം വന്നതെന്നാണ്? 1934 അല്ലേ? നെല്ലിക്കാപ്പെട്ടി എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നീട് 1950 ആയപ്പോൾ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് 1978 ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് എന്നും പഠിച്ചു വെച്ചിരിക്കാം. തമിഴ്നാട്ടിലൂടെ മാത്രമാണ് പ്രവേശനം സാധ്യമുള്ളത്. ഇനി ഈ പറമ്പിക്കുളത്തെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് 2010 പെരിയാറിന് ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് 1978 2010 പറമ്പിക്കുളം ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കക്കോടി, കോഴിക്കോട്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആണല്ലേ? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മണ്ണ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, തിരുവനന്തപുരത്താണ് ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ എ, കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. അപ്പോൾ വെള്ളായണി എന്താണ്? വെള്ളായണി നമ്മൾ എന്താ പറഞ്ഞത്? തെക്കേയറ്റത്തുള്ള അല്ലേ? തെക്കേയറ്റത്തുള്ള ശുദ്ധജല കായൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വെള്ളായണിയാണ്. വടക്കേയറ്റത്ത് ശുദ്ധജല കായൽ ഏതാണ്? പൂക്കോടാണ്. പൂക്കോടാണ് വടക്കേയറ്റത്തെ ശുദ്ധജല കായൽ. ഏതാണ്? പൂക്കോടാണ് വടക്കേയറ്റത്തെ ശുദ്ധജല കായൽ. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 അല്ലേ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 9. നെക്സ്റ്റ്, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പമ്പ നദിയിലാണ്. പമ്പ നദിയിൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമട കായലിലാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്?
പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മേഘാലയയിലാണ് കേട്ടോ. മേഘാലയയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. ഞാനത് ഇന്ത്യ ജോഗ്രഫി എടുക്കുമ്പോൾ പറയാം. നെക്സ്റ്റ്, ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? ലോല, മാലിക ഒക്കെ ഏത് തന്നെയാണ്? പയറിൻ്റെ ഇതാണല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി, മലപ്പുറത്താണ്. മലപ്പുറം മുതിയം കടൽ തീരം കടലാമകളെ സംരക്ഷിച്ചു വരുന്നു. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പെരിയാറാണ് അല്ലേ. ആദ്യം ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ്. മൂന്നാമത്തേതാണ് പമ്പയാണ് അല്ലേ. ഇനി ഭവാനിയും പാമ്പാറൊക്കെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് അല്ലേ. കബിനി, ഭവാനി, പാമ്പാർ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. 44 നദികളുണ്ട്. ബാക്കി 3 നദികളും ഇവിടെ എങ്ങോട്ടാണ് ഒഴുകുന്നത്? 44 3 നദികളും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. 41 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ചോദിക്കുകയാണെങ്കിൽ വെള്ളായണി കായലാണ്. വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ചോദിക്കുകയാണെങ്കിൽ പൂക്കോട് തടാകമാണ്. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 9 ജില്ലകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പമ്പ നദിയിലാണ്. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്ത്? കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, മുത്തങ്ങ വന്യജീവി സങ്കേതം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം, കണ്ണൂരും കാസർഗോഡും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 ആണ് അല്ലേ. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? അഷ്ടമുടി കായലാണ്. ബാക്കിയൊക്കെ എന്താണ്? ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, വെള്ളായണി തടാകമൊക്കെ ശുദ്ധജല കായലുകളാണ്. ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി തടാകമാണ്. വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. ഇനി പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. പെരിയാർ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉത്ഭവം ചോദിക്കുകയാണെങ്കിൽ ഇടുക്കിയിലെ ശിവഗിരി മലയിൽ നിന്നാണ്. ഇനി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്ന പ്രസ്താവന. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ശരിയാണ്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടതാണ്. പെരിയാർ നദിയാണ് ഇടമലയാർ ബന്ധപ്പെട്ടിരിക്കുന്ന നദി ചോദിക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മുടെ പോഷക നദികൾ, പെരിയാറിൻ്റെ പോഷക നദികൾ ചോദിക്കുകയാണെങ്കിൽ അതിൽ എന്ത് വരുന്നുണ്ട്?
ഇടമലയാർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് പെരിയാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ? മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, പെരുന്തുഴയാർ, ഇടമലയാർ, കട്ടപ്പനയാർ, പെരിഞ്ചൻകുട്ടിയാർ, മുല്ലപ്പെരിയാർ എന്നിവയൊക്കെയാണ് അല്ലേ. മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, പെരുന്തുഴയാർ, ഇടമലയാർ, കട്ടപ്പനയാർ, പെരിഞ്ചൻകുട്ടിയാർ എന്നിവയാണ്. ഏറ്റവും ആദ്യത്തെ അണക്കെട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മുല്ലപ്പെരിയാറാണ് ഏറ്റവും ആദ്യത്തെ അണക്കെട്ട്. ഈ മുല്ലയാറും പെരിയാർ, അതായത് മുല്ലയാർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പെരിയാറിൻ്റെ പോഷക നദി. ഈ മുല്ലയാറും അതുപോലെ തന്നെ പെരിയാറും കൂടെ കൂടിച്ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ് ഏത്? മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്നത്. ഇനി പെരിയാറിൻ്റെ 10ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ഇടുക്കിയിലാണ്. ശരിയാണ്. ഷോളയാർ പാലക്കാട്, നമുക്കറിയാം ഷോളയാർ എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലേ. അപ്പോൾ അതാണ് തെറ്റായിട്ട് വന്നത്. കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം, അതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലാണ്. ചിന്നാർ, പെരിയാർ എന്നിവയൊക്കെ എന്താണ്? ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ആറളം എവിടെയാണ്? ആറളം കണ്ണൂരാണ് അല്ലേ. ആറളം വരുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്ന പ്രസ്താവന. നെക്സ്റ്റ്, വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? വരയാടുകളെ കാണപ്പെടുന്ന ഏത് ദേശീയോദ്യാനത്തിലാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. ബേപ്പൂർ കോഴിക്കോട്, ബേപ്പൂർ കോഴിക്കോട് ശരിയാണ്. മുനമ്പം എവിടെയാണ്? മുനമ്പം എറണാകുളത്താണ്. ശരിയാണ് അല്ലേ. മുനമ്പം ചെല്ലാനൊക്കെ എറണാകുളത്താണ്. ശക്തികുളങ്ങര ആലപ്പുഴയാണെന്ന് തന്നിരിക്കുന്നു. തെറ്റാണ്. ശക്തികുളങ്ങര വരുന്നത് എവിടെയാണ്? കൊല്ലത്താണ് ശക്തികുളങ്ങര വരുന്നത് കേട്ടോ. കൊല്ലം ജില്ലയിലാണ്. ഇനി തോപ്പുംപടി തൃശ്ശൂർ, തോപ്പുംപടി എവിടെയാണ്? തോപ്പുംപടി എറണാകുളത്താണ്. തോപ്പുംപടി എവിടെയാണ്? തോപ്പുംപടി എറണാകുളത്താണ്. ഇനി അഴീക്കൽ കൊല്ലം, തെറ്റാണ്. അഴീക്കൽ എവിടെയാണ് വരുന്നത്? കണ്ണൂരാണ്. അഴീക്കൽ വരുന്നത് കണ്ണൂരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ളവയാണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ആ ഒരു ഓപ്ഷൻ ഇല്ല. അതിനാൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായിരുന്നു. അപ്പോൾ ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം, ശക്തികുളങ്ങര കൊല്ലം, തോപ്പുംപടി എറണാകുളം, അഴീക്കൽ കണ്ണൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണല്ലേ. രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. രണ്ടാമത്തെ നീളം കൂടിയ നദി ചോദിക്കുകയാണെങ്കിൽ ഭാരതപ്പുഴയാണ്. മൂന്നാമത്തെ ആണെങ്കിൽ പമ്പയാണ്. നാലാമത്തെ ആണെങ്കിൽ ഏതാണ്? ചാലിയാറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഏതാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ. സൈലന്റ് വാലിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കണ്ടു അല്ലേ. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ എല്ലാവരും കാണണേ. കാരണം അതിൽ നമ്മൾ ഇതുപോലെ തന്നെ കേരള ജോഗ്രഫി ഒരു അരമണിക്കൂറിൻ്റെ ക്ലാസ്സാണെന്ന് തോന്നുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഈ അടുത്ത് നടന്ന എക്സാമുകളിൽ നടന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? സൈലന്റ് വാലി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായലാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വയനാട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാനം എവിടെയാണ്? PG ആണ്. PG തൃശ്ശൂർ. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആനമുടി. കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിലെ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി ആണ്, എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? ആദ്യത്തെ പേപ്പർ മിൽ എവിടെയാണ് സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പുനലൂരാണ് ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചത്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ സി, ഇടുക്കി ജില്ലയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം?
ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നെടുമ്പാശ്ശേരിയാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ വിമാനത്താവളം നെടുമ്പാശ്ശേരി, കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മീനങ്ങാടിയാണ് ഫസ്റ്റ് കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ്? മീനങ്ങാടി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാണ്? സാഹിത്യ നഗര പദവി ലഭിച്ചത് ഏതിനാണ്? കോഴിക്കോടാണല്ലേ. ആൻസർ ഓപ്ഷൻ ബി, കോഴിക്കോട്. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം. ഇടനാട്ടിലെ 7.5 മുതൽ 75 മീറ്റർ വരെയാണ് അല്ലേ, ശരിയാണ്. ഇനി ഉയരം കൂടിയ കുന്നുകളും അതുപോലെ തന്നെ മലകളും അടങ്ങിയ പ്രദേശമാണെന്ന് പറയുന്നു. ശരിയാണോ? ഇടനാടിനെ സംബന്ധിച്ച് പറയുന്നത് ശരിയാണോ? അല്ല അല്ലേ, മലനാട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ കുന്നുകളും മലകളും അടങ്ങിയിട്ടുള്ള പ്രദേശം അല്ലേ. അപ്പോൾ അത് തെറ്റാണ് അല്ലേ, നമുക്ക് ശരിയല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണോ? ഇടനാട്ടിലാണോ കൂടുതലായിട്ട് വനങ്ങളുള്ളത്? മലനാട്ടിലാണ് അല്ലേ, അപ്പോൾ അത് തെറ്റായിട്ടാണ് വരാം. ഇനി ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. അത് ശരിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3 ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 75 മീറ്ററിലും കൂടുതലാണ് മലനാട് വരുന്നത്. 7.5 മീറ്ററിലും താഴെയാണ് തീരപ്രദേശം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിട്ടുള്ളതിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. തുഷാരഗിരി കോഴിക്കോട്, ശരിയാണല്ലോ, ശരിയാണ്. വാഴച്ചാൽ പത്തനംതിട്ട, തെറ്റാണല്ലേ. അതിരപ്പള്ളി വാഴച്ചാലും അതുപോലെ തന്നെ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ എവിടെയാണ് വരുന്നത്? തൃശ്ശൂരല്ലേ, അപ്പോൾ അത് പത്തനംതിട്ടയാണെന്നാണ് തന്നിരിക്കുന്നത്, തെറ്റാണ്. ഇനി ചീയപ്പാറ ഇടുക്കിയാണ് അല്ലേ, ചീയപ്പാറ ഇടുക്കിയാണ്. പാലരുവി കൊല്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984 ശരിയാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതാണ്? മിസ് കേരളയാണ്. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ് എന്ന് തന്നിട്ടുണ്ട്. അത് ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം, ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട് എന്ന് തന്നിരിക്കുന്നു, തെറ്റാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ എന്ന് തന്നിരിക്കുന്നു, അതും തെറ്റാണ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. 1ഉം 2ഉം ആണ് ഇവിടെ ശരിയായ പ്രസ്താവന. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. ഇനി നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ളത് വയനാട് വന്യജീവി സങ്കേതമാണ് കേട്ടോ. നീലഗിരിയുമായി ബന്ധപ്പെട്ട് വരുന്നത് വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്ന വന്യജീവി സങ്കേതം വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. ഏത് വർഷമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അറിയോ? 1973 അല്ലേ. വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം 1973 അല്ലേ.
കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ചോദിക്കുകയാണെങ്കിൽ വയനാടാണ്. അതുപോലെ തന്നെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്നതും വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി ആണോ? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് വരിക? ഇരവിക്കുളമാണ് അല്ലേ? ഏതാ വരുന്നത്? ഇരവിക്കുളമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം ഇരവിക്കുളമാണ്. 1978 വന്നത്. 1978 വന്നത്. നെക്സ്റ്റ് എന്താണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല തന്നെയാണല്ലേ? 2003 വന്നതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവിക്കുളമല്ല. എവിടെയാണ് വരുന്നത്? സൈലന്റ് വാലി ആണല്ലേ? സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. എന്നാണ് വന്നത്? 1984 വന്നു അല്ലേ? 1984 ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ? 44 നദികളുണ്ട്. 41 നദികൾ പടിഞ്ഞാറോട്ടാണ്. ബാക്കി 3 നദികൾ കിഴക്കോട്ടാണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ അല്ലേ? നമുക്ക് തന്നിരിക്കുന്നതിൽ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ അല്ലേ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ധർമ്മം ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ധർമ്മം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ധർമ്മം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. ജില്ലാതലത്തിൽ സമർപ്പിക്കുക. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. താഴെ പറയുന്നതിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കോട്ടയത്താണ് അല്ലേ? കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ വരുന്നത് ഏതൊക്കെയാണ്? ഇടുക്കി, കോട്ടയം, പിന്നെ ഏതൊക്കെയാണ്? പത്തനംതിട്ട, പാലക്കാട് അല്ലേ? ഈ PP വാങ്ങാൻ കൊള്ളാമെന്ന് പറയുന്നതല്ലേ കോഡ് വരുന്നത്. പിന്നെ ഏതാണ് വരുന്നത്? കടൽ തീരം ഇല്ലാത്ത ജില്ല വയനാട് വരുന്നുണ്ട്, പിന്നെ കൊല്ലം വരുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ്, കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, പത്തനംതിട്ടയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. ആൻസർ ഓപ്ഷൻ സി, അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് അല്ലേ? ആലപ്പുഴ. താഴെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ നദി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാടാണ് അല്ലേ? പാലക്കാട്. കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ഏത്? കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ചക്ക. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? പുല്ലൂരംപാറ.
കേരളത്തിലെ ഏത് നഗരമാണ് സാംസ്കാരിക നഗരമായി അറിയപ്പെടുന്നത്? സാംസ്കാരിക നഗരമായിട്ട് അറിയപ്പെടുന്നത് തൃശ്ശൂർ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? എടക്കൽ ഗുഹ എവിടെയാണ്? വയനാടാണ് അല്ലേ? എടക്കൽ ഗുഹ വയനാടാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ സി എന്നാണ്. ഓക്കെ, വയനാടാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഒറ്റയാനെ കണ്ടെത്തുക. സൈലന്റ് ഇരവിക്കുളം, തട്ടേക്കാട്, മതികെട്ടാൻ ചോല. സൈലന്റ് വാലി എന്താണ്? ദേശീയോദ്യാനമാണ്. ഇരവിക്കുളം ദേശീയോദ്യാനമാണ്. തട്ടേക്കാട് എന്താണ്? പക്ഷി സങ്കേതമാണ് അല്ലേ? മതികെട്ടാൻ ചോല എന്താണ്? ദേശീയോദ്യാനമാണ്. അപ്പോൾ തട്ടേക്കാടാണ് പക്ഷി സങ്കേതമാണ് അവിടെ ഒറ്റയായിട്ട് വരുന്നത് അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്. ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല ഇവയെല്ലാം എന്തിൻ്റെ ഉദാഹരണമാണ്? ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോലയൊക്കെ എന്താണ്? നാഷണൽ പാർക്കാണ്. നാഷണൽ പാർക്ക്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി NW3 ആണ് അല്ലേ? NW3. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇടുക്കിയിലാണ് അല്ലേ? നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നെല്ല്, ചോളം, അതുപോലെ തന്നെ പരുത്തി എന്നിവയൊക്കെ എന്താണ്? ഖാരിഫ് വിളകളാണ് അല്ലേ? ബാർലി എന്ന് പറയുന്നത് എന്താണ്? റാബി വിളയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. NH 744 ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എത്രയാണ്? NH 744 ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ഏതാണ്? പാലക്കാടാണ്. പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാടാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇനി കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ന്യൂറനാട്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല? ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂരാണ് അല്ലേ? കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? ഈ ട്രോഫി വെള്ളം കൂടുതലായിട്ട് ഏതാണ്? ജലാശയമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതായത് കായലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അയ്യങ്കാളിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വെള്ളായണി കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുമളി. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി മേപ്പാടിയിലാണ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി? ഒളിമ്പിക്സിൽ ആദ്യമായി പങ്കെടുത്ത മലയാളി ആരാണ്? സിക്കി ലക്ഷ്മണനാണ്. കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? 38,863. 38,863. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? വേമ്പനാട്ട് കായൽ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം അല്ലേ? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. 2695 മീറ്റർ.
കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ് 14. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി 2005 ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? ആൻസർ ഓപ്ഷൻ സി ആണ്, 1994. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ? കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ? ആൻസർ ഓപ്ഷൻ ഡി, മലപ്പുറം ജില്ലയിലാണ് കനോലി പ്ലോട്ട്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര ഏത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര ഏത്? ആൻസർ ഓപ്ഷൻ എ, നീലഗിരി കുന്നുകൾ. 2021 ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, PR ശ്രീജേഷ് ആണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH66 അല്ലേ? NH66 ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏത്? ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏതാണ്? കോഴിക്കോട് നഗരസഭയാണ് കേട്ടോ. കോഴിക്കോട് നഗരസഭയാണ് ആദ്യം രൂപം കൊണ്ട നഗരസഭ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ് അല്ലേ? പാമ്പാടും ചോല. തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖം? പൊന്നാനി, ബേപ്പൂർ, വിഴിഞ്ഞം, പയ്യാമ്പലം. ഏതാണ്? വിഴിഞ്ഞമാണ് അല്ലേ? വിഴിഞ്ഞം. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏത്? ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? അതിരപ്പിള്ളിയാണ് അല്ലേ? അതിരപ്പിള്ളി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മിഠായിയാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തിരുവനന്തപുരം. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നൂൽപ്പുഴ. ഇന്ത്യൻ ജോഗ്രഫിയാണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? കേരളത്തിലെ ആകെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ എത്രയാണ്? 941 ആണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബിനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തട്ടേക്കാട്, ചൂലന്നൂർ, മംഗളവനം, ചിന്നാർ. ചിന്നാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വന്യജീവി സങ്കേതമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ആനമല നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്.
നെക്സ്റ്റ്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1956 നവംബർ 1. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്, തൃശ്ശൂർ. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? എ ആണല്ലേ, മംഗളവനം പക്ഷി സങ്കേതം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ ഏതാണ്? ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. പെരിങ്ങൽകുത്ത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് കമൻറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ ഏത് നദിയിലാണെന്നെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. പെരിങ്ങൽകുത്ത് വരുന്നത് കേട്ടോ, കുറേ പറഞ്ഞാണ്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആലപ്പുഴയിലാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മറയൂരാണ് ചന്ദന നിർമ്മാണ ഡിവിഷൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ കാണപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മലപ്പുറം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂരായിരുന്നു അല്ലേ, പയ്യന്നൂരായിരുന്നു. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം. ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, എന്നാലും ആൻസർ പറഞ്ഞുതരാം. മറാത്തി ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ്, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പാലക്കാട്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഏതാണ് വരുന്നത്? കബനി, ഭവാനി, പാമ്പാറിലെ. ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശാസ്താംകോട്ട തടാകം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൊല്ലം. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആരോഗ്യ സർവകലാശാല എവിടെയാണ്? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയല്ലേ. ആൻസർ ഓപ്ഷൻ ഡി, തൃശ്ശൂരാണ്, തൃശ്ശൂർ. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ്? തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ്? 1950 ആണോ, 49 ആണോ, 45 ആണോ, 47 ആണോ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 49. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? യക്ഷഗാനം. ആൻസർ ഓപ്ഷൻ ഡി, കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വേമ്പനാട്ട് കായൽ.
താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? പാമ്പാറാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? ആൻസർ ഓപ്ഷൻ എ, തീരപ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ. ആൻസർ ഓപ്ഷൻ ബി, അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ഒ എൻ നമ്പ്യാറാണ് അല്ലേ. ഒ എം നമ്പ്യാറാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടെത്തുക. പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം. തെറ്റാണ്. പറമ്പിക്കുളം എവിടെയാണ് വരുന്നത്? തൃശ്ശൂരാണ് അല്ലേ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം വരുന്നത് എവിടെയാണ്? പാലക്കാടാണ് കേട്ടോ. പറമ്പിക്കുളം എവിടെയാണ് വരുന്നത്? പാലക്കാടാണ്. മലപ്പുറമല്ല, പാലക്കാടാണ്, തൃശ്ശൂരല്ല കേട്ടോ, പാലക്കാട്. ഓക്കെ. ഇനി പീച്ചി വാഴാനി വന്യജീവി സങ്കേതം എവിടെയാണ്? തൃശ്ശൂരാണ്. നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാണ്? തിരുവനന്തപുരമാണ് അല്ലേ. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരമാണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? 2ഉം 3ഉം അല്ലേ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴ. തെറ്റാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. പമ്പ, പുളച്ചിമല. അത് ശരിയാണ് അല്ലേ. ശരിയാണ്. ചാലക്കുടി പുഴ, ആനമല. ശരിയാണ്. അച്ചൻകോവിലാർ, പമ്പാ നദി. അത് തെറ്റാണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളച്ചിമലയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അച്ചൻകോവിലാറാണ് ചോദിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്, കോട്ടയം. ശരിയാണ്. HMT ലിമിറ്റഡ്, എറണാകുളം. ശരിയാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ്, തിരുവനന്തപുരം. അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണേ. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ നിന്നും ശരിയായത്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി, ചാലക്കുടി പുഴ. നേര്യമംഗലം. അത് തെറ്റാണല്ലേ. കുറ്റാടി ജലവൈദ്യുത പദ്ധതി കുറ്റാടി നദിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവന. നേര്യമംഗലം എവിടെയാണ്? ഇടുക്കിയിലാണ് അല്ലേ. ചാലക്കുടി പുഴയല്ല, ഇടുക്കിയാണ് വരുന്നത്. ഇനി തന്നിരിക്കുന്ന, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാ പറഞ്ഞത്? എ ഇല്ല പറഞ്ഞേ. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തുഞ്ചൻ സ്മാരകം തിരൂർ. ശരിയാണ്. കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം. ശരിയാണ്. വെള്ളത്തോൾ മ്യൂസിയം കൊല്ലം. അത് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ആണ് വരുന്നത്. വെള്ളത്തോൾ മ്യൂസിയം എവിടെയാണ്? ചെറുത്തുരുത്തിയിലാണ് അല്ലേ. വെള്ളത്തോൾ മ്യൂസിയം എവിടെയാണ്? ചെറുത്തുരുത്തി. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക.
വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ് ശരിയാണ്. മുത്തശ്ശി എൻ ബാലാമണി അമ്മ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയായിട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായലാണ് അല്ലേ? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ആൻസർ ഓപ്ഷൻ ഡി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ആൻസർ ഓപ്ഷൻ ശാസ്താംകോട്ട കായൽ. ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആണ്. കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം ഏത്? കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ്. 580 കിലോമീറ്റർ. ജോഡി ഇതാണ്. കിഴക്കോട്ടൊഴുകുന്നതിൽ ഏതാ വരുന്നത്? പാമ്പാറും ഭവാനിയാണ് അല്ലേ? കബനി, ഭവാനി, പാമ്പാർ. ആദ്യത്തെ റെയിൽ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1861 മാർച്ച് 12. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം? കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പെരമ്പാടി ചുരം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഭാരതപ്പുഴ. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നത്. ഇനിയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ ഇതേ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് 10th പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. 2022 നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ ബൈ ഹാർട്ടായിരുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും അതുപോലെ തന്നെ മാരത്തോൺ ക്ലാസ് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.